ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവയ്ക്ക കൊണ്ടുള്ള ഒരു മുളകൂഷിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത്രയും കോവയ്ക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകിയതിന് ശേഷം ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു പഴുത്ത തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി, ഇത്രയുമാണ് മറ്റ് ചേരുവകൾ. ഇനി ഈ കോവയ്ക്ക ഒരു പാത്രത്തിലിടുക. പാകത്തിന് കഷ്ണം വേവാൻ വെള്ളം ഒഴിക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണ് മുളക് പൊടി, പച്ചമുളക് കീറിയത് 2 എണ്ണം, തക്കാളി മുറിച്ചത്, ഇതൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒരു മൂടിയെടുത്ത് അടച്ച് വയ്ക്കുക. കോവയ്ക്ക അവിടെ കിടന്ന് വേവട്ടെ. മൂടി തുറന്ന് വെക്കുക. കഷ്ണം പകുതി വേവായിട്ടുണ്ട്. ഇനി പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം ഈ പുളിയും കഷ്ണം ഒന്നും കൂടി വേവട്ടെ അടച്ചു വെച്ചിട്ട്. അപ്പോൾ കഷ്ണമൊക്കെ നല്ലോണം വെന്ത് യോജിപ്പായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ജീരകപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, 1/4 ടീസ്പൂണ് പഞ്ചസാര, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊന്നും കൂടി മൂടി എടുത്തിട്ട് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കുക. മൂടി തുറന്ന് വെക്കുക. അപ്പം നല്ലോണം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്തിയിട്ട് ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുക. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവട്ടിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക. ഇതിലേക്ക് തന്നെ ഒരു 8-10 ചുള ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് മൂപ്പിക്കേണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ ഞാൻ ഇടാൻ വിട്ട് പോയതാണ്. അത് ഞാൻ ലാസ്റ്റാണ് മൂപ്പിച്ചിട്ടുള്ളത്. ചട്ടി ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് ആ ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് മൂപ്പിച്ച് ഈ കറിയിലേക്ക് ചേർത്തി കൊടുക്കണം. അപ്പോൾ ഈ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കോവയ്ക്ക മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ. കമൻറ്റും അറിയിക്കണം കേട്ടോ.